ഹലോ ഫ്രണ്ട്സ്, പ്രൊഫൈലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കൊരു പുതിയ വർക്ക് കിട്ടി. ഇപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെറിയൊരു ഡിസൈനാണ് നമ്മളിതിനെ കൊടുത്തേക്കണത്. അത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തു നമ്മൾ കട്ടർ ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ അത് കട്ട് ചെയ്യാൻ വേണം. കട്ടർ നമ്മൾ കട്ടിങ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്, മറ്റേ ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ആണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് ചാനൽ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് അതിൽ സ്ട്രിപ്പ് ഒട്ടിച്ച് അതിനൊരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവർക്കിത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ഇതിന് LED സ്ട്രിപ്പ് ഒട്ടിച്ച് ഇപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് അതെല്ലാം കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചാനൽ സ്ക്രൂ ചെയ്ത് വയ്ക്കുകയാണ്. സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മളത് അതിൻ്റെ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് പെയിൻറ്റിങ്ങിന് ശേഷമാണ് ഇത് നമ്മൾ ആദ്യം തന്നെ ചാനൽ പെയിൻറ്റിങ്ങിന് മുന്നാണ് നമ്മളത് കട്ട് ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രിപ്പ് ഒട്ടിക്കും. ഇതിപ്പോൾ സൈഡിലും 3 വാട്ടിൻ്റെ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം വെളിച്ചമുണ്ട് സ്ട്രിപ്പിന്. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ കാണുന്ന പോലെ ചാനൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമ്മൾ അതിൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങിന് ശേഷം ആണ് ചെയ്തത്. നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് അതിൻ്റെ സ്ട്രിപ്പുകൾ ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ചാനലിലും സ്ട്രിപ്പുകൾ ഇങ്ങനെ ഒട്ടിച്ച് അതിൻ്റെ കവറിങ് ഒക്കെ ഇട്ട് ഇതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് പോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൽ അവർ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അവർ പുട്ടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രിപ്പ് ഒട്ടിക്കാനായിട്ട് അത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ മാസ്കിൻ ടേപ്പ് ചാനലിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. കാരണം നമ്മൾ ഇതിന് മുന്നേ ഒരു വീട്ടിൽ ചെയ്തപ്പോൾ ഇവർ പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്തപ്പോൾ ഇത് ചാനലിൻ്റെ ഉള്ളിൽ പെയിൻ്റായി. അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്യാപ്പ് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അതിന് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ചാനലിൻ്റെ ഉള്ളിലേക്ക് പെയിൻറ്റ് വരില്ല. അപ്പോൾ പിന്നെ നമുക്കിത് അടയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഇട്ട് അടയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ചെറിയൊരു ഡിസൈനാണ് ഇത്. അപ്പോൾ വീട്ടുകാർ നമ്മളൊരു ഡിസൈൻ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കത് താല്പര്യമായി. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. 2 ലൈനായിട്ടുള്ളൊരു ഡിസൈനായിട്ട് സിമ്പിളാണ്. എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്ക്. നമ്മളിപ്പോൾ ക്യാപ്പൊക്കെ ഇട്ട് അടയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാപ്പെല്ലാം ഇട്ട് അത് സോൾഡർ ചെയ്ത് വെച്ച് ക്യാപ്പെല്ലാം ഇട്ട് ഇതാണ് നമ്മളിപ്പോൾ ലൈറ്റ് കത്തിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക് യു.